എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മ കഴിഞ്ഞ ക്ലാസ്സില് വിശേഷൺ ശബ്ദിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സില് സമാനാർത്ഥി ശബ്ദിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ മലയാളത്തിൽ എന്താ പറയാ? പര്യായ പദം. ഓക്കെ, ഇനി മലയാളം കേട്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടാവും അല്ലെ. പര്യായ പദം എന്ന് പറഞ്ഞാല് ഒരു വേർഡ്, ആ വേർഡ് സെയിം മീനിങ് വരുന്ന മറ്റൊരു വാക്കുകളെയാണ് എന്ന് പറയാ പര്യായ പദം എന്ന് പറയാം. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ മലയാളത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു അമ്മ എന്ന് വാക്കെടുക്കുകയാണെങ്കിൽ അമ്മ എന്ന വാക്കിന് വേറൊരു മീനിങ്, അമ്മ എന്നതിന്റെ മീനിങ് വരുന്ന കുറെ വാക്കുകളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെ ഉമ്മ, അമ്മ, മമ്മി, അങ്ങനെ മോം എന്ന് പറഞ്ഞ് വിളിക്കണമെന്നില്ലേ. അതേപോലെ തന്നെ അതായത് മാതാവ്, ജനനി, മമ്മി, ജനയിത്രി, ഇതൊക്കെ എന്താണ്? അമ്മയുടെ പര്യായ പദമാണ് അല്ലെ. അങ്ങനെ ഹിന്ദിയില് ഇതിന് പറയുന്നതാണ് എന്ത്? സമാനാർത്ഥി ശബ്ദ്. ഈ ഒരു ചോദ്യം ചോദിക്കാറ് കവിതയുടെ ആ ഒരു ഭാഗത്താണ് മെയിൻലി ഇത് ചോദിച്ച് കാണാറുള്ളത്. അതായത് ഏതെങ്കിലും ഒരു വേർഡ് തന്നിട്ട് ആ വേർഡ് വരുന്ന അല്ലെങ്കിൽ ആ ഒരു അർത്ഥം വരുന്ന ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, നമ്മൾ ഇതുവരെ എന്താണ് പറഞ്ഞത്? സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യായ പദമാണ് അല്ലെ. ഓക്കെ, എന്താണത് പറഞ്ഞത്? ഒരു വേർഡ് ഉണ്ട്, ആ വേർഡിന്റെ സെയിം മീനിങ് വരുന്ന വാക്കുകളെയാണ് എന്ന് പറയാ പര്യായ പദങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദിയിൽ എന്ന് പറയും സമാനാർത്ഥ ശബ്ദ്. ഓക്കെ, അപ്പോ സാറ് പറഞ്ഞു സമാനാർത്ഥ ശബ്ദം എന്ന് പറയുമ്പോൾ സെയിം മീനിങ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ സമാനാർത്ഥ ശബ്ദം എന്നില്ല. ഓക്കെ, അതായത് സമാനാർത്ഥം എന്ന ശബ്ദം എന്നുള്ള വാക്ക് ചിലപ്പോൾ പറയേണ്ട ആവശ്യം വരില്ല. ചിലപ്പോൾ ഒരു വാക്ക് തന്നിട്ട് ഇസ്കേലിയ പ്രയുക്ത് ശബ്ദ്, അതായത് ഈ ഒരു വാക്കിന് യോജിച്ച ഒരു വാക്ക് കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വാക്ക് വന്നിട്ട് ഇസ്കേലിയ എന്താണ്? പ്രയുക്ത് ശബ്ദ് കോൺസാഹെ, ഇതിന് പ്രയുക്തമായ ഉപയോഗമായ ഒരു ശബ്ദം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയി ചോദിക്കാം. ഒരു വാക്ക് വന്നിട്ട് ഇസ്കി സമാനാർത്ഥ കോൺസാഹെ, ഇതിന് സമാനാർത്ഥ കോൺസാഹെ. അപ്പൊ എന്താണ്? ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇത് സമാനാർത്ഥം എന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. അപ്പൊ വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? ഉത്തരം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് സമാനാർത്ഥ ശബ്ദം കാണിക്കും. അപ്പൊ അത് 10ാം ക്ലാസ്സിലെ കുട്ടികളെ കുറച്ച് സമാനാർത്ഥ ശബ്ദങ്ങളാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അത് എന്താണ്? കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ സ്മൈൽ എന്ന ഹിന്ദി ഒരു സ്റ്റഡി മെറ്റീരിയൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. ഓക്കെ, താങ്ക് യു. സ്ക്രീനിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 10ാം ക്ലാസ്സുകാരുടെ കുറച്ച് സമാനാർത്ഥ ശബ്ദങ്ങളാണ്. അത് വായിച്ച് നോക്കുക.